മച്ചന്മാരെ, നമ്മുടെ പുഴയിൽ ഏറ്റവും കൂടുതൽ ചെറുമീനുകൾ അടിച്ചു കയറ്റിയിട്ടുള്ള തായ് ജംപ് ഫ്രോഗാണിത്. ഇത് നമ്മൾ എറിഞ്ഞിട്ട് റിട്രീവ് ചെയ്യുമ്പോൾ ശരിക്കും ഒരു തവള ചാടി വരുമ്പോൾ തന്നെയാണ് വരുന്നത്. നമ്മൾ കൈ കൊണ്ട് പ്രത്യേകിച്ച് ആക്ഷനൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇതിന് സ്വാഭാവികമായിട്ട് തന്നെ ഒരു ജമ്പിങ് ആക്ഷൻ ഉണ്ട്. മുട്ട ചെറുമീനുകളാണ് നമുക്ക് ഈ തായ് ജംപ് ഫ്രോഗ് കിട്ടുക. മച്ചന്മാരെ, നമ്മൾ പുഴയുടെ രാജാവായ വമ്പൻ ചെറുമീനെ പൊക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മുട്ടൻ ചെറുമീനുകൾ നമ്മുടെ ഫ്രോഗ് ഉടക്കിപ്പോയി. ഇതാണൊരു കുഴപ്പം. നമ്മൾ എറിയുന്ന സമയത്ത് നമ്മുടെ ഫ്രോഗ് ഉടക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് വേണം എറിയാനായിട്ട്. ഉടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജംപ് ഫ്രോഗുകളുടെ ഹുക്ക് ഓപ്പൺ ആയതുകൊണ്ട് നമുക്കത് തിരിച്ച് കിട്ടുക പ്രയാസമുള്ള കാര്യമാണ്. പൊട്ടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോട്ടേന്ന് വെക്കണം. പിന്നെ ആ ഫ്രോഗിൻ്റെ പുറകെ പോകാനായിട്ട് നിൽക്കരുത്. നമ്മൾ തനിച്ചൊക്കെയുള്ളെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ മുട്ടം പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ചെറുമീന് വേണ്ടി കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എറിയുന്ന ഡിസ്റ്റൻസ് നമ്മൾ കറക്റ്റ് ഒരു കാൽക്കുലേഷൻ വേണം. ഡിസ്റ്റൻസ് ചിലപ്പോൾ കൂടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രോഗ് ഉടക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ എറിയുന്നത് നല്ലൊരു പോച്ചയുടെ സമീപത്താണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടുന്ന് മീനിൻ്റെ അടി കിട്ടാനുള്ള സാഹചര്യം കൂടുതലാണ്. നമ്മളെപ്പോൾ വേണമെങ്കിലും ഒരു സ്ട്രൈക്ക് പ്രതീക്ഷിച്ച് വേണം ഇവിടെ നിൽക്കാനായിട്ട്. അടിക്കുന്നതൊക്കെ നല്ല സൂപ്പർ സൈസ് മീനുകളായിരിക്കും ഇവിടെ. അതുകൊണ്ട് നമ്മൾ അടിക്കുന്ന മീനെ ഒരു കാരണവശാലും മിസ്സാക്കരുത്. മാക്സിമം നമ്മൾ ആ പോച്ചയുടെ സൈഡിൽ തന്നെയാണ് എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൂടുതലും ചെറു മീനുകൾ അടിക്കാൻ ചാൻസ് ആ പോച്ചയുടെ സൈഡിൽ നിന്ന് തന്നെയാണ്. അതിൻ്റെ അകത്തായിരിക്കും വമ്പൻ ചെറുമീനുകൾ ഇരയ്ക്ക് വേണ്ടി പതിയിരിക്കുന്നത്. നല്ല കിടില ആക്ഷനിലാണ് നമ്മുടെ ഫ്രോഗ് കാസ്റ്റ് ചെയ്ത് റിട്രീവ് ചെയ്യുമ്പോൾ വരുന്നത്. ഇങ്ങനെ ആക്ഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് സ്ട്രൈക്ക് കിട്ടാനുള്ള നല്ല ചാൻസ് ഉണ്ട്. ഡൈവയുടെ ഫാൻഡ് സ്നാപ്പർ റോഡും അതുപോലെ തന്നെ ഒക്കുമയുടെ സഫീന പ്രോയുടെ റീലുമാണ് നമ്മൾ കാസ്റ്റിങ്ങിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നമുക്ക് രാവിലെ സമയത്തും അതുപോലെ തന്നെ വൈകുന്നേര സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ചെറുമീൻ അടി കിട്ടാൻ ചാൻസ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള സമയങ്ങൾ നോക്കി കാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മീനടിക്കാനുള്ള ചാൻസ് കൂടും. അതുപോലെ ഡ്രാഗ് നമ്മൾ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അധികം ടൈറ്റ് ഫുൾ ഡ്രാഗ് ടൈറ്റ് ആക്കരുത്. ഒരു പൊട്ടി ലൂസാക്കണം. എന്നാൽ അധികം ലൂസാക്കാനും പാടില്ല. അതേ ലൂസാക്കി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഡ്രാഗും പിടിച്ചിട്ട് ഓടുന്നത് ഈ ചെടികളുടെയും പോച്ചയുടെയൊക്കെ ഇടയിലേക്കായിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ അടിക്കുന്ന മീൻ മിസ്സാകാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു സ്പോട്ടിൽ തന്നെ കറക്റ്റായിട്ട് അവിടെയുള്ള മീനെ പിടിക്കാനുള്ള തീവ്ര ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.